വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. കാര്യവട്ടം 2020-ൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം. 46 റൺസിനാണ് ഇന്ത്യൻ ജയം. 272 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ന്യൂസിലാൻഡ് ഇന്നിംഗ്സ് 225 റൺസിൽ അവസാനിച്ചു. ഹർഷ്ദീപ് സിംഗ് 5 വിക്കറ്റ് വീഴ്ത്തി. ജയേഷ് പൂക്കോട്ടൂരും ഗോകുൽനാഥുമാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ജയേഷ്, അങ്ങനെ കേരളത്തിന്റെ മണ്ണിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം. എത്ര റൺസിനാണ് ജയം? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കീർത്തനാരോഷണി 46 റൺസിന്റെ ആധികാരികമായ വിജയമാണ് തിരുവനന്തപുരത്ത് നടന്ന അവസാന 2020-ൽ ഇന്ത്യ സ്വന്തമാക്കിയത്. ഇതോടുകൂടി പരമ്പരയിൽ 4-1 മുന്നിലെത്താനും പരമ്പര സ്വന്തമാക്കാനും ഇന്ത്യക്ക് കഴിഞ്ഞു. ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യ മികച്ച പ്രകടനം നടത്തിയെങ്കിലും ആരാധകർ വലിയ ആവേശത്തോടെ പ്രതീക്ഷയോടെ കാത്തിരുന്ന സഞ്ജു സാംസൺ നിരാശപ്പെടുത്തി എന്നുള്ളതാണ്. 6 റൺസ് മാത്രമാണ് സഞ്ജുവിന് ഈ ഒരു മത്സരത്തിൽ നേടാനായത്. മാത്രമല്ല, ഈ പരമ്പരയിലാകെ 5 മത്സരങ്ങളിൽ നിന്ന് 46 റൺസ് മാത്രമാണ് സഞ്ജുവിന്റെ സമ്പാദ്യം എന്നുള്ളതാണ് ഏറെ വിഷമകരം. മാത്രമല്ല, ഇന്ത്യ പിന്നീട് ഫീൽഡിങ്ങിന് ഇറങ്ങിയപ്പോൾ സഞ്ജുവിന് പകരം ഈ സീരീസിലുടനീളം കഴിഞ്ഞ 4 മത്സരങ്ങളിലും സഞ്ജു തന്നെയായിരുന്നു വിക്കറ്റ് കീപ്പർ. എന്നാൽ സഞ്ജുവിന് പകരം ഇഷാൻ കിഷനെയാണ് ഇന്ത്യ വിക്കറ്റ് കീപ്പറായി പരിഗണിച്ചത്. അതോടുകൂടി തന്നെ ലോകകപ്പ് സ്പോട്ടിൽ സഞ്ജുവിന്റെ ഒരു സ്ഥാനത്തിന് വലിയ രീതിയിലൊരു ഇളക്കമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. അത്രമാത്രം തുറന്ന അവസരങ്ങളാണ്, മികച്ച അവസരങ്ങളാണ് ഈ പരമ്പരയിലുടനീളം സഞ്ജുവിന് ലഭിച്ചത്. എന്നാൽ ഒരു മത്സരത്തിൽ പോലും മികച്ച ഒരു പ്രകടനം നടത്താൻ സഞ്ജുവിന് കഴിഞ്ഞില്ല. തീർത്തും നിരാശപ്പെടുത്തുന്ന ഒരു പ്രകടനം തന്നെയായിരുന്നു സഞ്ജുവിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇഷാൻ കിഷൻ ഫോമിലേക്ക് തിരിച്ചെത്തി എന്നുള്ളത് വലിയ ഒരു സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇഷാൻ കിഷൻ ഒരു അന്താരാഷ്ട്ര മത്സരത്തിനുള്ള അന്താരാഷ്ട്ര പരമ്പരയ്ക്ക് ഇറങ്ങുന്നത്. ആ പരമ്പരയിൽ തന്നെ സെഞ്ചുറിയും അർദ്ധ സെഞ്ചുറിയും അടക്കം മികച്ച പ്രകടനത്തോടു കൂടി തന്നെ അതിൽ 42 പന്തിലായിരുന്നു ഇഷാൻ കിഷന്റെ സെഞ്ചുറി എന്നുള്ളത് എടുത്തു പറയാനുള്ളതാണ്. 10 സിക്സറുകളാണ് ഇഷാൻ കിഷൻ സ്വന്തമാക്കിയത്. ഇഷാന്റെ ഇന്നിംഗ്സിലെ 86 റൺസും ബൗണ്ടറിയിലൂടെയായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രത്യേകതയുള്ളത്. ഒപ്പം തന്നെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഫോമിലേക്ക് എത്തി എന്നുള്ളതാണ്. 242 റൺസാണ് ഈ പരമ്പരയിലുടനീളം സൂര്യകുമാർ യാദവ് സ്വന്തമാക്കിയത്. ഒരു പരമ്പരയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ ക്യാപ്റ്റൻ എന്നുള്ളൊരു റെക്കോർഡ് കൂടി സൂര്യകുമാർ യാദവ് ഈ ഒരു പരമ്പരയോടുകൂടി സ്വന്തമാക്കി. 231 റൺസ് എടുക്കുന്ന വിരാട് കോഹ്ലിയുടെ റെക്കോർഡാണ് അദ്ദേഹം മറികടന്നു. ഒപ്പം തന്നെ ഹാർദിക് പാണ്ഡ്യയുടെ ഒരു കാമിയോ കൂടി വന്നതോടെ ഇന്ത്യ 271 എന്ന അതിശക്തമായ സ്കോറിലേക്ക് എത്തുന്ന കാഴ്ചയാണ് കണ്ടത്. ബ്രോണ്ടായിരുന്ന മത്സരം, പക്ഷേ സഞ്ജു നിരാശപ്പെടുത്തി. ഫോമിനോട് ഒരു പ്രതീക്ഷ പക്ഷേ എത്തിയില്ല. വിക്കറ്റ് കീപ്പറായിട്ട് ഇഷാൻ കിഷനെയാണ് ഇറക്കിയത്. അത് ലോകകപ്പില് ഒരു ഭീഷണിയാണ്. അതെ, നല്ലതായിട്ട് കീപ്പ് ചെയ്തു ഇഷാൻ കിഷൻ. പിന്നെ സഞ്ജുവിന്റെ ബോഡി ലാംഗ്വേജ് തന്നെ ഭയങ്കര വീക്കായിരുന്നു. ഫോമൗട്ട് ആയതുകൊണ്ടുള്ള ബോഡി ലാംഗ്വേജ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അത് ഫീൽഡിലായാലും സഞ്ജു ഒരു ഫുൾ ലേസി ആയിരുന്നു. ശരിക്കും വളരെ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള അവസരമായിരുന്നു. കഴിഞ്ഞ 4 മത്സരങ്ങൾ മാറ്റി നിർത്തിയാലും ഈ ഒരു മത്സരത്തിൽ മികച്ച പ്രകടനം വന്നിരുന്നെങ്കിൽ സഞ്ജുവിന് വേൾഡ് കപ്പ് സ്പോട്ട് ഉറപ്പായിരുന്നു. സഞ്ജുവിന്റെ ഒരു സെഞ്ചുറി കണ്ടാണ് നമ്മൾ എത്തിയത്, പക്ഷേ നമ്മൾ നിരാശപ്പെടുത്തി. ഇഷാൻ കിഷന്റെ സെഞ്ചുറി കണ്ടു ഇന്ത്യ വിജയിച്ചു. പിന്നെ തീർച്ചയായും വളരെ നല്ല ബാറ്റിംഗ് ആയിരുന്നു ഇഷാൻ കിഷൻ. ഓപ്പോസിറ്റ് ടീമായാലും നമ്മുടെ പിന്നലെ നല്ല ബാറ്റിംഗ് ആയിരുന്നു. പക്ഷെ നല്ലൊരു മാച്ച് കാണാൻ പറ്റി. ഒപ്പം തന്നെ ഹർഷ്ദീപ് സിംഗിന്റെ 5 വിക്കറ്റ് പ്രകടനം. അപ്പോൾ ബുംറയ്ക്ക് പക്ഷേ നമുക്ക് നല്ല അടി കിട്ടി. അത് നമുക്ക് വേൾഡ് കപ്പിൽ ഇറങ്ങുന്ന ഇന്ത്യക്ക് വലിയ ഇഷ്ടമാണ്. അതെ, പിന്നെ ഈ പിച്ചും കൂടെ നല്ല സ്കോറിംഗ് പിച്ച്, ഐസ്കോണിംഗ് പിച്ചാണ്. പക്ഷേ നല്ലൊരു മാച്ചായിരുന്നു, എൻജോയ് ചെയ്തു. ഓക്കെ, എന്തായാലും ആരാധകരൊക്കെ നല്ലൊരു മത്സരം കണ്ട ഒരു സന്തോഷം എല്ലാവരുടെയും മുഖത്തുണ്ട്. പക്ഷേ സഞ്ജു സാംസൺ നിരാശപ്പെടുത്തി എന്നുള്ളത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷമമുള്ള കാര്യം തന്നെയാണ്. കീർത്തന റോഷ്നി. ജയേഷ് പൂക്കോട്ടൂരാണ് വിശദാംശങ്ങൾ നൽകിയത്. ഗോകുൽനാഥ് കൂടി ചേരുകയാണ്. ഗോകുൽ, ആരാധകരൊക്കെ തൃപ്തരാണോ? പ്രത്യേകിച്ച് സ്വന്തം മണ്ണിൽ തന്നെയുള്ള വിജയം. മറ്റൊരു പ്രതീക്ഷ സഞ്ജു ആയിരുന്നു, അതിൽ നിരാശയുണ്ടെങ്കിലും എന്താണ് ആരാധകർ പ്രകടിപ്പിക്കുന്നത്? കാര്യവട്ടത്തെ ആവേശപൂരത്തിലാഴ്ത്തിയ 2020 മത്സരത്തിന് വിരാമമായിരിക്കുകയാണ്. എന്തായാലും ഇന്ത്യ ജേതാക്കളായിരിക്കുകയാണ്. സ്റ്റേഡിയത്തിനകത്തുണ്ടായിരുന്ന കുറച്ച് ആളുകളുണ്ട്. എങ്ങനെയാണ് ഈ മത്സരത്തെ കാണുന്നത്? നല്ലൊരു മാച്ചായിരുന്നു. കാരണം ഇഷാൻ കിഷൻ ഒരു 100 അടിച്ചു, അതും ഫാസ്റ്റസ്റ്റ് ആയിട്ട് 100 അടിച്ചു. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഹർഷദീപിന്റെ ബോളിംഗ് 5 വിക്കറ്റ് ആയിരുന്നു. അതേപോലെ എല്ലാ ബാറ്റ്സ്മാൻമാരും നല്ല വൃത്തി കളിച്ചു. കാരണം എല്ലാവരും നല്ല രീതിയിൽ ബാറ്റ്സ്മാൻമാർ എല്ലാവരും ബാറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് സഞ്ജുവിന് ഈ ഹോം ഗ്രൗണ്ടിൽ ഒരു അഡ്വാൻറ്റേജ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണയും ഫോമിലായിരുന്നില്ല എന്നുള്ളതാണ്. ഫോമിലല്ലായിരുന്നു, ബട്ട് എന്നിരുന്നാലും സഞ്ജുവിന്റെ ഒരു സ്ട്രെസ് ഉണ്ടായിരുന്നു ഇവിടെ. കാരണം എന്ന് പറഞ്ഞാൽ ഹോം ഗ്രൗണ്ട് ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു സ്ട്രെസ് സഞ്ജുവിന് ഉണ്ടായിരുന്നു. ബട്ട് എന്നിരുന്നാലും അടുത്ത മാച്ച് ഇതേപോലെ തന്നെ സഞ്ജു കുറച്ചും കൂടെ വീറും വാശിയോട് വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇഷാൻ കിഷാന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷാൻ അടിച്ചു പൊളിച്ചു. നല്ല ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ഡിസർവ് ആ പൊസിഷൻ അവൻ എടുത്തു. ഇനിയൊന്നും മാറ്റാൻ പറ്റില്ല അവനെ.
പന്തിലാണ് അർദ്ധ സെഞ്ചുറിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതെന്നുള്ളതാണ് അല്ലേ? അതെ, 2 വിക്കറ്റ് പോയ ശേഷം ഇഷാൻ വന്നു കഴിഞ്ഞ ശേഷം പിന്നെ കളി അങ്ങോട്ട് മാറി. പിന്നെ ടോപ്പ് ഗിയറായി കളി മാറ്റിയ ആള്. പിന്നെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സൂര്യകുമാറും നല്ല പെർഫോമൻസ് ആയിരുന്നു സൂര്യകുമാർ. ഈ പ്രതീക്ഷ ഉണ്ടായിരുന്നോ? കാരണം സഞ്ജുവിനെയാണ് എല്ലാവരും ഒരു ഹൈപ്പ് കൊടുത്ത് നിർത്തിയിരുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ടീമിലെ ബാക്കി എല്ലാവരും പെർഫോം ചെയ്യുകയും സഞ്ജു താഴെ പോവുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് അത് എപ്പോഴും നമുക്ക് അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സൂര്യകുമാർ തന്നെ ഇപ്പം ഫോമിലോട്ട് വന്നത് കുറെ മാച്ചസ് കഴിഞ്ഞാണ്. അപ്പോൾ നമുക്ക് സഞ്ജുവിനെ ആക്ച്വലി ഇപ്പൊ ടീം ആക്ച്വലി സ്റ്റേബിൾ ആണ്. കുറച്ച് ടൈം കൊടുത്താൽ മതി, പയ്യൻ കയറി വരും. നമുക്ക് ഉറപ്പാണ് വേൾഡ് കപ്പ് ഒക്കെ വരുമ്പോൾ പയ്യൻ കയറി വരും, ഉറപ്പാണ്. സഞ്ജു പൊളിക്ക് പറയാൻ പറ്റാത്ത ഹാർദിക് പാണ്ഡ്യ അത് വലിയൊരു ഇമ്പോർട്ടൻസ് ആണ് ഈ കളിയിൽ ഉണ്ടാക്കിയത്. അത്ര പോലെ 6ഉം 4ഉം നല്ലൊരു മിഡിൽ ഓവറിൽ വന്നിട്ട് നല്ലപോലെ കളി ഉണ്ടാക്കിയത് ഹാർദിക് പാണ്ഡ്യയാണ്. അത് പറയാണ്ടിരിക്കാൻ നമ്മൾ പറ്റില്ല. നീല എന്തായാലും വിജയത്തിന്റെ നിറം കൂടിയായി മാറിയിരിക്കുകയാണ്. അത്രത്തോളം ആവേശത്തിലാണ് നിലവിൽ ഇവിടെ ഒക്കെ ഉള്ളത്. എന്തായാലും വരും ദിവസങ്ങളൊക്കെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ചുള്ള നിർണായക ദിവസങ്ങളാണ്. ലോകകപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. ആ സമയത്താണ് വലിയ വിജയം ഇന്ത്യയെ തേടിയെത്തിയെന്നുള്ളതാണ്. ഒരു ആർപ്പ് വിളിച്ചാലോ? ഇന്ത്യ 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 സഞ്ജു സഞ്ജു. വിശാഖപട്ടണത്ത് ഒരു തോൽവി കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ വിശാഖപട്ടണത്ത് ഉണ്ടായ ഒരു തോൽവിക്ക് മറുപടിയും കൂടെ ഇത്തവണ എത്തി. അതെ, ഇതൊരു മറുപടി ആയിട്ട് എല്ലാവർക്കും ഉള്ള നല്ലൊരു തിരിച്ചടി. എല്ലാ ടീമും നോക്കിയിരുന്നു ഇന്ത്യ വരുന്നുണ്ട് വേൾഡ് കപ്പ് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അത്ര വേറെ ഒന്നുമില്ല. പറഞ്ഞതുപോലെ തന്നെ ബാക്കി എല്ലാ ടീമുകളും നോക്കിയിരുന്നോളൂ, ഇന്ത്യ വരുന്നുണ്ട് എന്ന് തന്നെയാണ്. ലോകകപ്പിന് ഇന്ത്യയുടെ നിലവിൽ ഇന്ത്യ എങ്ങനെയാണോ പെർഫോം ചെയ്യുന്നത് അതിനും മെച്ചപ്പെട്ട രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങും. അതിന്റെ ഒരു വെടിക്കെട്ട് പെർഫോമൻസ് ആണ് ഇവിടെ കണ്ടത് അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. നമ്മൾ ടോട്ടലി എന്റർടൈൻമെന്റ് ആയിരുന്നു, കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് ആയിരുന്നു. നമ്മൾ ഒരിക്കലും നിരാശരായിട്ട് ആരും ഇവിടുന്ന് പോകുന്നത് ആർക്കെങ്കിലും അങ്ങനെ പറയാൻ ഇല്ല. ടോട്ടൽ ടീം എഫേർട്ട് സൂപ്പർ ആയിരുന്നു. ആക്ച്വലി ഇനി വേൾഡ് കപ്പ് ലോഡിംഗ്, അത്രേ ഉള്ളൂ. മികച്ച ഒരു ടീം എഫേർട്ടിലൂടെയാണ് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തത്. ടീമിലുണ്ടായിരുന്ന എല്ലാ അംഗങ്ങളും അത്രത്തോളം തന്നെ പരിശ്രമിക്കുകയും ഒക്കെ ചെയ്തതിന്റെ ഫലമാണ് ഈ വിജയം. ജയേഷ് പൂക്കോട്ടൂറും ഗോകുൽനാഥുമാണ് കളിയുടെ ഓരോ വിശദാംശങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. എന്തായാലും കളി ജയിച്ചതിന്റെ ആവേശത്തിലാണ് ആരാധകർ.